ഡോക്ടർ മോഹൻ വർഗീസ്, പലരും കരുതിയത് ഈ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ ഇസ്രയേൽ വെടിപൊട്ടിക്കുമോ, അതായത് വലിയ ആക്രമണം എന്തെങ്കിലും നടത്തുമോ എന്നായിരുന്നു. സാർ തന്നെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ഒരു തീപ്പൊരി അവിടെ വീണാൽ അത് വലിയ യുദ്ധത്തിന് വഴിമരുന്നിടുകയും ചെയ്യും. പക്ഷേ ഇസ്രയേൽ ഇതുവരെ അനങ്ങിയിട്ടില്ല. ഇറാനിൽ വലിയ ആക്രമണത്തിനൊന്നും മുതിർന്നിട്ടില്ല. ട്രംപ് ഇസ്രയേലിനെ കുത്തിയിളക്കാനുള്ള പ്ലാനിലാണോ, അതിൻ്റെ ഭാഗമായാണോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത ട്രംപിൻ്റെ വിവാദപരമായ പ്രസ്താവനകൾ? ഇസ്രയേൽ ഇതുവരെ അനങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. ഇസ്രയേൽ അനങ്ങിയിരുന്നു. ശവസംസ്കാര ചടങ്ങ് അലങ്കോലമാക്കാൻ വേണ്ടിയല്ല, അതിനു മുൻപ് തന്നെ ഇറാനെ ഫിനിഷ് ചെയ്യാനാവുമോ? ടോപ്പ് ലീഡർഷിപ്പ്, ഇറാൻ്റെയും ഈവൻ പാകിസ്ഥാൻ്റെയും ഉന്നത നേതൃത്വത്തെ ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരുന്നു എന്നതിൻ്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇസ്രയേലി മാധ്യമങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ആ റിപ്പോർട്ട് പുറത്തു വരികയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിന് സ്ഥിരീകരണവും നൽകുന്നു. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്ലാമാബാദാണല്ലോ ചർച്ചകൾക്ക്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യം. അത് അമേരിക്ക തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത ഒരു രാജ്യവും പ്രക്രിയയുമാണ്. അവിടെ 2-3 നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കളായി വരുന്നു. ഒന്ന്, അസിം മുനീർ, ദ മിലിറ്ററി ജനറൽ ഓഫ് പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ്റെ സർവ്വസൈന്യാധിപനും യഥാർത്ഥത്തിൽ ഡിഫാക്ടോ കൺട്രോളുള്ള ഫീൽഡ് മാർഷൽ അസിം മുനീർ. അദ്ദേഹം അമേരിക്കയുടെ ഗോൾഡൻ ഐഡ് ബോയ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അമേരിക്കയ്ക്കും ട്രംപിനും പ്രിയങ്കരനായ വ്യക്തിയാണ്. അദ്ദേഹം ഒരു ടാർഗറ്റാണ്. 2, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഒരു വലിയ ടാർഗറ്റാണ്. അദ്ദേഹത്തിന് ഈ സമീപകാലത്ത്, അതായത് ദുർബലനായ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ നിന്നും ഒരു തന്ത്രജ്ഞൻ എന്ന നിലയിലേക്കും സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിലേക്കും അടുത്ത കാലത്ത് ഒരു പകർന്നാട്ടം നടത്തിയിട്ടുണ്ട്. അത് ഇസ്രയേലിനെ ഒട്ടൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. പാകിസ്ഥാനുമായി ഒരു നയതന്ത്ര ബന്ധവുമുള്ള രാജ്യമല്ല ഇസ്രയേൽ എന്ന് ഓർക്കണം. എന്നാൽ അമേരിക്കയുടെ അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇതൊരു വൈരുദ്ധ്യമാണ്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ കേന്ദ്രീകൃതമായി നടക്കുന്ന ചർച്ചകൾ അലസിപ്പിക്കാൻ പാകിസ്ഥാൻ്റെ തന്നെ നേതൃത്വത്തെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ മൊസാദിൻ്റെ ഭാഗത്ത് നീക്കങ്ങളുണ്ട് എന്ന് വിശ്വസ്തമായ കേന്ദ്രങ്ങൾ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതൊന്ന്. 2, പാകിസ്ഥാനിൽ ചർച്ച നടത്തിയതിനു ശേഷം ടെഹ്റാനിലേക്ക് പറന്നിരുന്ന പാർലമെൻറ്റ് സ്പീക്കർ, ഇറാൻ മജ്ലിസിൻ്റെ സ്പീക്കർ ഗലിബാഫ്, അദ്ദേഹവും മറ്റ് ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ആ ഒരു നെഗോഷിയേറ്റിംഗ് ടീമിലെ അംഗങ്ങളെയും അപായപ്പെടുത്താൻ വേണ്ടി ഇസ്രയേലി പോർ വിമാനങ്ങൾ ശ്രമിച്ചു. തിരിച്ചു പോയ വിമാനത്തിന് ചുറ്റും വട്ടമിട്ട് ഇറാഖ് പ്രദേശത്തു കൂടി കടന്ന് ഇറാൻ്റെ വടക്കൻ പ്രദേശത്തെത്തി ഈ പാകിസ്ഥാനിൽ നിന്നും കടന്നു വന്ന വിമാനങ്ങൾക്ക് നേരെ വട്ടമിട്ട് പറക്കുകയും പാകിസ്ഥാൻ വിമാനങ്ങൾ അതിന് കവർ കൊടുക്കുകയും ചെയ്തു. പാകിസ്ഥാൻ വിമാനങ്ങളുടെ, പോർ വിമാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ സിവിലിയൻ നേതാക്കൾ തിരിച്ച് ടെഹ്റാനിലേക്ക് പോയത്. പക്ഷേ ടെഹ്റാനിൽ ഇറങ്ങാൻ സാധിക്കാതെ അതിന് പകരം മഷാദിലേക്ക്, ടെഹ്റാൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശത്തുള്ള ഇറാൻ്റെ കിഴക്കൻ നഗരമായ പാകിസ്ഥാനോടൊക്കെ ചേർന്ന് കിടക്കുന്ന മഷാദിലേക്ക്, അത് ആയത്തുള്ള അലി ഖമേനിയുടെ ജന്മസ്ഥലമാണ്, അവിടേക്ക് വിമാനം ഇറക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്നുകൂടി ഓർക്കണം. അതുമാത്രമല്ല, ഇറാൻ്റെ നേതൃത്വത്തിലെ ഒരുപാട് പേരെ ടാർഗറ്റ് ചെയ്ത് വധിക്കാൻ മൊസാദ് പ്ലാൻ ഇട്ടത് അറിഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശനമായി ഇസ്രയേലിനെ വിലക്കി. ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു ചെറിയ അസ്വാരസ്യം, അത് ഒരു കൊട്ടാര അസ്വാരസ്യം മാത്രമാണ് എങ്കിൽ പോലും അത് അസ്വാരസ്യം തന്നെയാണ്. അതിന് പിന്നിൽ ഇസ്രയേലിനെ കടിഞ്ഞാണിട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയാണ് എന്നതാണ് പൊതുധാരണ. എന്തെങ്കിലും ആഞ്ഞടിക്കാനുണ്ടെങ്കിൽ താൻ ചെയ്തു കൊള്ളാം, ഇറാനെ 4 ഭള്ള് പറയണമെങ്കിൽ അത് താൻ ചെയ്തു കൊള്ളാം, നിങ്ങൾ ചെയ്യേണ്ട എന്നുള്ളൊരു നയമാണ് ഡൊണാൾഡ് ട്രംപ് പുലർത്തുന്നത്. അത് പലപ്പോഴും ഇസ്രയേലിനെ വലിയ അരോചകമായി അത് തോന്നുന്നു. അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു വലിയ പ്രോജക്റ്റാണ്. ജനങ്ങളുടെ മുന്നിൽ തൻ്റെ സ്കോർ ഷീറ്റിൽ എന്തെങ്കിലും കാണിക്കാനുണ്ടാകണം. 2-3 യുദ്ധങ്ങൾ കഴിഞ്ഞാലോ, ലെബനൻ അല്ലെങ്കിൽ ഗാസ, ഇവിടെയൊന്നും കൃത്യമായ വിജയം നേടാൻ, പൂർണ്ണമായ വിജയം നേടാൻ ഇസ്രായേൽ കഴിഞ്ഞിട്ടുമില്ല. നാശനഷ്ടങ്ങളുണ്ടായി, തകർത്ത തരിപ്പണമാക്കി, തകർത്തു, ശരിയാണ്. പക്ഷേ ഉദ്ദേശിച്ച വിജയം നേടാനോ ഇറാനുമേൽ ആ രീതിയിൽ മേൽക്കൈ നേടാനോ, ഇസ്രായേൽ ആഗ്രഹിച്ചതുപോലെ ഭരണമാറ്റം കൊണ്ടുവരാനോ, ഇസ്രായേൽ ആഗ്രഹിച്ച രീതിയിൽ ആണവ പദ്ധതി, ഇറാൻ്റെ ആണവ പദ്ധതി പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ഇസ്രായേൽ ഈസ് ഹൈപ്പർ ആക്റ്റീവ്, trying to create
എ ഡിവൈഡ്, ഇറാൻ ഉള്ളിൽ ഡിവൈഡ് ഉണ്ടാക്കണം. അതിനുള്ള ഒരു പദ്ധതി കൂടി ഇപ്പോൾ വെളിയിൽ വന്നു. ആ പദ്ധതി ഇങ്ങനെയാണ്. അത് ഇസ്രായേലി മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് വലിയ തോതിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തു ഹമാസിൽ നിന്നും. ഗാസ അധിനിവേശത്തെ തുടർന്ന് ഗാസയുടെ 80% ഭൂമിയും ഇപ്പോൾ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇസ്രായേലാണ്, IDF ആണ്. IDF പിടിച്ചെടുത്ത ആയുധങ്ങൾ, വൻതോതിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തു. തുരങ്കങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്ത ആയുധങ്ങൾ അവിടുന്ന് മാത്രമല്ല, ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും കടന്നു ചെന്ന് ചെറിയ തോതിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഈ ആയുധങ്ങൾ നേരെ രഹസ്യമായി കൈമാറിയത് ഖുർദ് പോരാളികൾക്കാണ്. നമുക്കറിയാമല്ലോ, ഖുർദുകൾ എന്ന് പറയുന്നത് ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗം, സിറിയയുടെ കിഴക്കൻ പ്രദേശം, ഇറാഖിൻ്റെ വടക്കൻ ഭാഗം, തുർക്കിയുടെ തെക്ക് കിഴക്കൻ ഭാഗം, ഇവിടെ എല്ലാം കൂടെ ചേർന്ന ഒരു പ്രദേശത്തെ ഒരു വംശീയ വിഭാഗമാണല്ലോ ഖുർദുകൾ. അവർക്കൊരു ഖുർദിസ്ഥാൻ, സ്വതന്ത്ര പരമാധികാര രാജ്യം വേണം, ഒരു ട്രാൻസ്നാഷണൽ ഒരു എൻറ്റിറ്റി എന്ന നിലയിൽ അവർക്ക് സ്വന്തമായി രാജ്യം വേണമെന്ന ഡിമാൻഡ് ഏറെക്കാലമായി ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇറാനിലെ ഖുർദുകൾ അവരെ ഇളക്കി വിട്ടുകൊണ്ട് ഇറാനിയൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്താം, അതിനൊരു അനുകൂലമായ സമയം നോക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ആയുധ കൈമാറ്റമാണ് വൻതോതിൽ ഇങ്ങനെ പിടിച്ചെടുത്ത ഗാസയിൽ നിന്നും, അതായത് ഹമാസിൻ്റെ കയ്യിൽ നിന്നും, ലെബനനിൽ നിന്നും, അതായത് ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങൾ വൻതോതിൽ ഖുർദുകളെ ഏൽപ്പിക്കുകയാണ്. ഖുർദുകൾ 5-6 പാർട്ടികളായി ചിതറി നിൽക്കുകയാണ്. KDF പോലെയുള്ള സംഘടനകൾ. ഇതിനെല്ലാം ചേർത്തുകൊണ്ട് 5 സംഘടനകളുടെ ഒരു ഏകോപന സമിതി ഉണ്ടായി. അവരിലൂടെ ആയുധങ്ങൾ ഇറാനെതിരെ പ്രയോഗിക്കുന്ന രീതിയിൽ കൊണ്ടുവരികയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സിറിയയിലെയും ഇറാഖിലെയും ഖുർദ് കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്ന് കഠിനമായ ഡ്രോൺ ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇസ്രായേലിന് നേരെ മാത്രമല്ല ഇറാൻ ആക്രമണം നടത്തിയത്, ഖുർദ് കേന്ദ്രങ്ങൾക്ക് നേരെയും. അത് ഇറാൻ്റെ മണ്ണിലല്ല, മറിച്ച് ഇറാഖിൻ്റെ മണ്ണിൽ. ഇറാഖിലും ഉണ്ടല്ലോ ഖുർദുകൾ. ഈ ഇറാഖിൻ്റെ ഖുർദുകളെയും സിറിയയിലെ ഖുർദുകളെയും ഒക്കെ തന്നെ എനർജൈസ് ചെയ്തുകൊണ്ട് ഇറാനെതിരെ ഒരു മുന്നണി തുറക്കുകയാണ്. അത് സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ശവസംസ്കാര ചടങ്ങിനിടയിൽ ഖുർദുകൾ ഒരുപക്ഷെ കയറി വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിക്കില്ലായിരിക്കാം. പക്ഷേ ആ രീതിയിൽ ഇസ്രായേൽ ഈസ് ഹൈപ്പർ ആക്റ്റീവ് ഇൻ ക്രിയേറ്റിംഗ് പ്രോബ്ലംസ് ഇൻ ഇറാൻ. ഇത് നന്നായി അമേരിക്കയ്ക്ക് അറിയാം. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന അമേരിക്കയ്ക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. ട്രംപ് പ്രസ്താവനയൊക്കെ നമ്മൾ പറഞ്ഞു, വേറൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ് ട്രംപിൻ്റെ പ്രസ്താവനകൾ എത്രത്തോളം അരോചകമാണ്. ഇറാനെതിരെ പറഞ്ഞത്, ഇറാൻ ജനതയുടെ ആ ഒരു ദുഃഖപ്രകടനത്തിനെ കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ശവസംസ്കാര ചടങ്ങുകളെക്കുറിച്ച് പറഞ്ഞ മോശപ്പെട്ട കമൻറ്റുകൾ, ഇതൊക്കെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി അവിടെ നിൽക്കുന്നു. അത് നിൽക്കുന്നവരോടൊപ്പം തന്നെ ഇസ്രായേലിനെ വരുതിയിൽ നിർത്തേണ്ട ചുമതല കെട്ടുപൊട്ടിച്ച് ഇസ്രായേൽ ചാടുന്നില്ല. ഈ അവസരം നോക്കി ഇറാൻ്റെ നേതൃത്വത്തെ, അവശേഷിക്കുന്ന ഇറാൻ്റെ നേതൃത്വത്തെ അവർ പുറത്ത് വന്നെങ്കിലല്ലേ പറ്റൂ. ശവസംസ്കാര ചടങ്ങിൽ മൊജ്തബ ഖൊമേനി, ഇറാൻ്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള മൊജ്തബ ഖൊമേനി, അദ്ദേഹത്തിന് ശാരീരിക സാന്നിധ്യം ഒരിടത്തും ഇതുവരെ ഉണ്ടായിട്ടില്ല. 4-ാം തീയതി തുടങ്ങിയ ചടങ്ങിൽ 4-5 ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തുലവും പരിമിതമാണ്. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, അദ്ദേഹം വളരെ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടാകണം 28-ാം തീയതി നടന്ന ആക്രമണത്തിൽ. അതായത് അയത്തുള്ള അലി ഖൊമേനി, തൻ്റെ പിതാവ് മരണപ്പെട്ട, തൻ്റെ സഹോദരന്മാരും കുടുംബാംഗങ്ങളും ഒക്കെ മരണപ്പെട്ട ആ ഒരു ആക്രമണത്തിൽ ഒരു പക്ഷേ ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ടാവാം, അംഗഭംഗം സംഭവിച്ചിരിക്കാം. അദ്ദേഹം ജസ്റ്റ് പുറത്തേക്ക് പോകുന്ന ഒരു സമയത്താണ് ആക്രമണം നടന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ വേറെബോട്ട്സ് നമുക്കറിയില്ല. അതിനുശേഷം കൃത്യമായ ഒളിവിലാണ്, കർശനമായ നിഗൂഢത പുലർത്തിക്കൊണ്ട് ഒളിവിൽ തന്നെയാണ്. ഒളിയിടം അത് ഇറാൻ ഉള്ളിലാണോ അതോ ഇറാനിൽ നിന്നും ഏതെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തെ റഷ്യയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. റഷ്യയിൽ വളരെ സുരക്ഷിതമായ, പുട്ടിൻ്റെ അതിഥിയായി വളരെ സുരക്ഷിതമായ ബഷർ അൽ അസദ് ഇപ്പോൾ മോസ്കോയിലാണല്ലോ. ഇപ്പം സിറിയയുടെ പ്രസിഡൻ്റായിരുന്ന ബഷർ അൽ അസദൊക്കെ. അപ്പം ഇങ്ങനെ നിഷ്കാസിതരാകുന്ന നേതാക്കൾക്ക് ഏറ്റവും നല്ല സേഫായ ഒളിയിടം യഥാർത്ഥത്തിൽ മോസ്കോയാണ്, അല്ലെങ്കിൽ റഷ്യയാണ്. റഷ്യ ഇറാനോട് തീർച്ചയായും ഐക്യദാർഢ്യമുള്ള രാജ്യമാണ്. പരസ്യമായി അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആയിരിക്കാം.
അതുകൊണ്ട് രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് വരാനുള്ള ബുദ്ധിമുട്ട്, വിസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വിസിബിലിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഗുണം അതിനേക്കാൾ ദോഷങ്ങൾ. ഗുണം എന്താണ്? ഒരു രാജ്യത്തിന് ഞാൻ ഇതാ നേതൃത്വത്തിലുണ്ട്, ഞാനിതാ പരിക്കൊന്നുമില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു, ഞാൻ ആണ് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്, എൻ്റെ പിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത ജനകോടികളെ ഞാനിത് അഭിസംബോധന ചെയ്യുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ മുച്ചിത ബഹുമേ എനിക്ക് പ്രത്യക്ഷപ്പെടാം. പക്ഷേ ഹി വിൽ ബി എ സിറ്റിംഗ് ഡക്ക്. കാരണം അവിടെ കടന്നു പോലും ആക്രമിക്കാൻ, ശവസംസ്കാര ശുശ്രൂഷ അലങ്കോലപ്പെട്ടാലും ശരി, മുജ്തബയെ ആക്രമിക്കാൻ ഇസ്രയേൽ തയ്യാറാവും, ഒരുപക്ഷെ അമേരിക്കയും തയ്യാറാവും. ഇത് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം പൊതുചടങ്ങിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത്. അതുപോലെ ഈ പല ആളുകളും ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് വിചാരിച്ച പല ആളുകളും, IRGCയുടെ തലപ്പത്തുണ്ടായിരുന്ന പല കമാൻഡർമാരും പലരും കൊല്ലപ്പെട്ടു എന്നാണ് ചിന്തിച്ചിരുന്നത്. ഇസ്രയേൽ തന്നെ ചിന്തിച്ചിരുന്നത് കൊല്ലപ്പെട്ടു എന്ന് ചിന്തിച്ചിരുന്ന ചിലരൊക്കെ ഇപ്പോൾ പെട്ടെന്ന് നാടകീയമായി പലയിടങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നു എന്നതും ചെറിയ തോതിൽ ഇസ്രയേലിനെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. കാരണം അവരുടെ കാൽക്കുലേഷൻ പൂർണ്ണമായി ശരിയല്ല. അവർ വകവരുത്തി എന്ന് കരുതിയ പലരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു സിംബോളിക് എക്സ്പ്രഷൻ അവിടെ കാണാം. പക്ഷേ ഇവരെയെല്ലാം ഒറ്റ തിരിഞ്ഞ് വളരെ ഷാർപ്പായി, അതായത് വലിയ കലാമിറ്റി ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ലോക പൊതുജനാഭിപ്രായം വല്ലാതെ അങ്ങ് തിരിയും, അതുണ്ടാകാൻ പറ്റില്ല. പക്ഷേ അവരെ കൃത്യമായി അവരെ ട്രാക്ക് ചെയ്ത് ഫോളോ ചെയ്ത് അവരുടെ ഒളിയിടം കണ്ടെത്തി, അവരുടെ താമസ സ്ഥലം കണ്ടെത്തി അവരെ വകവരുത്താൻ തീർച്ചയായും ഇസ്രായേലിന് പദ്ധതി ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവണം. അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. പക്ഷേ അത് പിന്തിരിപ്പിക്കുന്നത്, ഇപ്പോൾ അവരെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്രായേലിനെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയാണ് എന്ന് കാണാം. ഓക്കെ, എന്തായാലും ഈ ഇറാൻ നേതൃത്വത്തെ മുഴുവൻ ഒറ്റയടിക്ക് വധിക്കാമായിരുന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. മനുഷ്യരെ കൊല്ലാം, പക്ഷേ ഞങ്ങളുടെ ആദർശങ്ങളെ കൊല്ലാനാകില്ല. നിങ്ങൾ ഞങ്ങളുടെ നേതാവിനെ കൊലപ്പെടുത്തി, എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തത് ഒരു അത്തർ കുപ്പി ഉടയ്ക്കുകയാണ് ചെയ്തത്. അതിൻ്റെ സുഗന്ധം ഇപ്പോൾ എല്ലായിടത്തും പടർന്നിരിക്കുന്നു. സംസ്കാരമോ ചരിത്രമോ അന്തസ്സോ ഇല്ലാത്ത നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകില്ല എന്നാണ് ഇറാൻ എംബസി ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പ്രകോപനം ഇനിയുള്ള ചർച്ചയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? ചരിത്രം, സംസ്കാരം, അന്തസ്, ഈ 3 വാക്കുകൾ വളരെ പ്രധാനമാണ്. വന്നിരിക്കുന്നത് ഇറാൻ്റെ ഒരു അംബാസഡറുടെ ഭാഗത്തു നിന്ന് വന്ന വാക്കുകളാണ് ഇപ്പോൾ ഉദ്ധരിച്ചിട്ടുള്ളത്. അമേരിക്കയ്ക്ക് ഇറാനെതിരെ ഇങ്ങനെ ചന്ദ്രഹാസമിളക്കി ഇറാൻ ജനതയെയും നേതൃത്വത്തെയും രാജ്യത്തെയും ഇറാനിയൻ സംസ്കാരത്തെയും ആക്ഷേപിക്കാൻ എന്തവകാശം? കാരണം ഇവിടെ ഒരു കമ്പാരിസൺ കൂടി വരികയാണ്. ഒന്ന്, ആയത്തുള്ള അലി ഖൊമേനിയെ കൊന്നു. യു ക്യാൻ കിൽ എ മാൻ, യു ക്യാൻ കിൽ പീപ്പിൾ, ബട്ട് യു കനോട്ട് കിൽ എൻ ഐഡിയ. അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ഒരു ആശയം കൂടിയാണ്. ദീർഘകാലമായ ഒരു സംസ്കാരത്തിൻ്റെ ഇന്നത്തെ പ്രതിരൂപം എന്ന രീതിയിൽ ഒരു കോൺസെപ്ച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരുപക്ഷെ ഒരു പേർഷ്യൻ എംപയറിൻ്റെ ബാക്കിപത്രം. പേർഷ്യൻ എംപയർ എന്ന് പറയുന്നത് വലിയ സംസ്കാരം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ്. BC 6-ാം നൂറ്റാണ്ട് മുതൽ പല രൂപത്തിൽ, പല ഭാവത്തിൽ പേർഷ്യൻ എംപയർ, പല പേരുകളിൽ പേർഷ്യൻ എംപയർ ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, മഹാനായ സൈറസ് ദ ഗ്രേറ്റ്, നെബുക്കദ്നേസറിൻ്റെ കാലത്തിന് ശേഷം ബാഗ്ദാദിനെ പോലും കീഴടക്കിക്കൊണ്ട്, അത് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയുടെ കാലത്ത് യഹൂദന്മാർ, ഇപ്പോൾ സൈറസ് ദ ഗ്രേറ്റ് ബാഗ്ദാദ് അല്ലെങ്കിൽ ബാബേൽ കീഴടക്കിയത് കൊണ്ടാണല്ലോ ബാബേൽ പ്രവാസ കാലത്തിന് ശേഷം ഇസ്രയേൽ മക്കൾക്ക് ഇസ്രയേലിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞതെന്നാണല്ലോ പഴയ നിയമത്തിലെ ബൈബിൾ ഭാഷ്യം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു കാലഘട്ടം മുതൽ പേർഷ്യൻസ് വേർ എ സിവിലൈസേഷണൽ പവർ. അവർ വലിയ രീതിയിൽ അന്ന് സാങ്കേതിക വിദ്യാപരമായി പുരോഗമിച്ചു. ആയോധന കലയിൽ മുന്നോട്ട് വന്നു. എഴുത്ത് എന്ന് പറയുന്നത് വലിയ രീതിയിൽ അത് ലിഖിതങ്ങളുമായി, ക്ലേ ടാബ്ലറ്റിലെ ആദ്യമ ലിഖിതങ്ങൾ, ഇതെല്ലാം തന്നെ ആ പേർഷ്യൻ, ബാബിലോണിയൻ, മെസപ്പൊട്ടേമിയൻ, സുമേറിയൻ അല്ലെങ്കിൽ യൂഫ്രട്ടീസ് നൈഗ്രീസ് നദീതടവും ഇന്നത്തെ ഇറാഖും ഇന്നത്തെ ഇറാനും ചേർന്ന ആ വിശാലമായ പേർഷ്യ, അതൊരു സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ ആയിരുന്നു. ചരിത്രം ഉറങ്ങുന്ന ഒരു ഭൂമി. കലകൾ, സാഹിത്യം, സംസ്കാരം, സംഗീതം എന്നു വേണ്ട എല്ലാത്തിൻ്റെയും വിളഭൂമി. ആ സമയത്ത് അമേരിക്ക എവിടെയായിരുന്നു? അമേരിക്കയിലും ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയാനാവില്ല. ഇൻകാസ്, അസ്തെക് അല്ലെങ്കിൽ മായൻ സിവിലൈസേഷൻ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളുടെ മധ്യ അമേരിക്കയിലും തെക്കേ അമേരിക്കയുടെ വടക്കൻ ഭാഗത്ത് പെറു മുതലായ സ്ഥലങ്ങളിലുമൊക്കെ സംസ്കാരത്തിൻ്റെ സ്ഫുലിംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരാരും തന്നെ വെള്ളക്കാരായിരുന്നില്ല, അവർ റെഡ് ഇന്ത്യൻ വംശജരാണ്.
അവിടേക്കാണ് ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപ് ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റന്റ് ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് സിവിലൈസേഷനാണ്. അത് ബ്രിട്ടനിൽ നിന്നും യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന വെള്ളക്കാരായ കുടിയേറ്റക്കാർ സൃഷ്ടിച്ചെടുത്ത 16, 17, 18 നൂറ്റാണ്ടുകളിൽ സൃഷ്ടിച്ചെടുത്ത ഒരു പുതിയ സംസ്കാരം. അമേരിക്കയുടെ 250-ാം വാർഷികം, അമേരിക്ക ഇന്നത്തെ രൂപത്തിലുണ്ടായത് 1776-ലാണ്. അതിന് കൃത്യമായ 250-ാം വാർഷികം ജൂലൈ 4-ാം തീയതി ആഘോഷിച്ച ആ സമയത്താണ് ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖൊമേനിയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങി വയ്ക്കുന്നത്. ഇത് അത്ര യാദൃച്ഛികമാണോ? ഈസന്റ് ഇറാൻ ട്രൈങ് ടു ഗിവ് എ മെസ്സേജ് ടു ദ വേൾഡ്? അമേരിക്ക എന്ന സാമ്രാജ്യം 250 വർഷത്തിന് ശേഷം ഇറ്റ് ലോൺ ഇറ്റ്സ് വേ ഓഫ് ഡിക്ലൈൻ. തങ്ങളിതാ ഇപ്പോഴും പഴയ സാമ്രാജ്യത്തിൻ്റെ പ്രതാപമൊന്നുമില്ല എങ്കിലും, ഗതകാല പ്രതാപങ്ങളൊന്നും പേറുന്നില്ല എങ്കിൽ പോലും തങ്ങൾ ഇപ്പോഴും തലയുയർത്തി നിൽക്കാൻ, അഭിമാനപൂർവ്വം നിൽക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നു. ഞങ്ങളുടെ പരമോന്നത നേതാവിനെ ആദരപൂർവ്വം തങ്ങൾ വിട ചൊല്ലാൻ ഒരുങ്ങുന്നു അതേ ദിവസം തന്നെ. മാത്രമല്ല, മുഹറം മാസം വളരെ പ്രധാനപ്പെട്ട മാസമാണ് ഷിയാക്കൾക്ക്. ഇപ്പം മുഹറം 10-ൻ്റെയൊക്കെ പ്രാധാന്യം നമുക്കറിയാമല്ലോ. അപ്പം ആ ഒരു സമയത്തോട് ചേർന്നുള്ള സമയത്ത് ഖബറടക്ക ശുശ്രൂഷ നടത്തുന്നു എന്നതും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് കൃത്യമായ ഭാഷയിൽ ഇറാൻ മറുപടി പറയുന്നു. സാംസ്കാരികമായി, ചരിത്രപരമായി, അന്തസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റാണ്ടുകളുടെ ഒരു ആവറേജ് എടുക്കുമ്പോൾ പേർഷ്യൻ ജനത, ഇറാനിയൻ ജനത എവിടെ നിൽക്കുന്നു, അമേരിക്ക എവിടെ നിൽക്കുന്നു? അവർ മറ്റൊരു പ്രദേശത്തു നിന്ന് വന്നവരാണ്. വെള്ളക്കാരായ അമേരിക്കക്കാർ അവർ കറുത്ത വർഗ്ഗക്കാരെ കൊണ്ടുവന്നു, പല രീതിയിലുള്ള ജോലികൾ ചെയ്യിക്കാനായി കൊണ്ടുവന്നു. അടിമ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രശ്നങ്ങളുണ്ടായി, ആഭ്യന്തര കലഹങ്ങളുണ്ടായി. അതെല്ലാം അമേരിക്കൻ ചരിത്രത്തിലെ കറുത്ത ഏടുകളല്ലേ? അങ്ങനെ ഒരു രാജ്യം ഇപ്പോൾ ടെക്നോ പവറാണ്. ഇപ്പോൾ ഇറാനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സംസ്കാരത്തെ തന്നെ തള്ളിപ്പറയുന്നു. എങ്ങനെ സാധിക്കുന്നു? ഇതാണ് ഇറാൻ തിരിച്ചു ചോദിക്കുന്നത്. അതുകൊണ്ട് അന്തസ്സില്ലാത്ത വാക്കുകൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ദീർഘമായ സംസ്കാരത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട്, ധാർമ്മികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ അടുത്ത സമയത്ത് തറവാട് വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു എന്ന റിയലൈസേഷനും ഉണ്ട്. അത് ഇറാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല. ഇറാൻ അമേരിക്കയേക്കാൾ വലിയ ശക്തിയാണെന്ന് ക്ലെയിം ചെയ്യാനാവില്ലല്ലോ. സത്യസന്ധമായ ഒരു വിലയിരുത്തലിൽ അങ്ങനെയല്ലല്ലോ. ഇന്നത്തെ റിയാലിറ്റിയിൽ അമേരിക്ക ഇറാനേക്കാൾ സൈനികമായി, ശാസ്ത്ര സാങ്കേതിക വിദ്യാപരമായി ഏറെ മുന്നിലാണ്, സംശയമില്ല. പക്ഷേ ഇറാൻ്റെ റെസിലിയൻസ്, ഇറാൻ്റെ ചെറുത്തുനിൽപ്പ്, ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പാണ്. ഒരു ഖബറടക്ക ശുശ്രൂഷയിലെ കാണുന്നത്, അതും ദീർഘമായ 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ചടങ്ങിൽ കാണുന്നത് ഒരു ജനതയുടെ മനസ്സിനെ ഒരുക്കലാണ്. ദീർഘകാലമായ ഒരു സാംസ്കാരിക പോരാട്ടം, അത് സൈനിക പോരാട്ടം മാത്രമല്ല, ഇതൊരു സാംസ്കാരിക പോരാട്ടമാണ്, ആശയ പോരാട്ടമാണ്, ആദർശ പോരാട്ടമാണ്, കൂട്ടത്തിൽ അത് സൈനികമായ പോരാട്ടവുമാണ്. അതിനെ ഒരു ജനതയോട് എതിർക്കാനാവില്ല. ഒരു സൈന്യത്തോട് ഏറ്റുമുട്ടാനാവും. അമേരിക്കൻ സൈന്യത്തിന് ഇറാനിയൻ സൈന്യത്തോട് ഏറ്റുമുട്ടാനാവും. അമേരിക്കൻ സൈന്യത്തിനോ അമേരിക്കൻ ജനതയ്ക്കോ ഇറാനിയൻ ജനതയോട് ഏറ്റുമുട്ടാനാവില്ല. കാരണം അവർ വലിയ ചരിത്രം പേറുന്ന, സംസ്കാരം പേറുന്ന ഒരു ജനതയാണ്. അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ അവശേഷിക്കുന്ന ഇറാനിലെ ജനങ്ങൾ, 9 കോടി ജനങ്ങൾ. ആ ഒരു സന്ദേശമാണ് ഇറാൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ, ഒരു സന്ദേശത്തിലൂടെ അമേരിക്കയ്ക്കുള്ള മറുപടി എന്ന രീതിയിൽ, കൃത്യമായി ഉരുളക്കുപ്പേരി എന്ന രീതിയിൽ പറഞ്ഞു വെച്ചത് ആ അർത്ഥത്തിലാണ്.